കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളായ CPM നേതാവ് PR അരവിന്ദാക്ഷനും മുൻ അക്കൗണ്ടന്റ് ജിൽസിനും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഹൈക്കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ഷപ്ന സേതുണ്ട്. ഷപ്ന, കഴിഞ്ഞ ഒരു വർഷമായി രണ്ടുപേരും റിമാൻഡിലായിരുന്നു. ഇന്ന് കോടതിയിൽ നടന്ന എന്തൊക്കെയാണ് കോടതി നിരീക്ഷണങ്ങൾ, ഉപാധികൾ എന്തൊക്കെയാണ്? സേതുലക്ഷ്മി, ഉപാധികളോട് തന്നെയാണ് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. 180 കോടിയുടെ തട്ടിപ്പാണ്, കള്ളപ്പണ ഇടപാടാണ് നടന്നു എന്നാണ് EDയുടെ കണ്ടെത്തൽ. ED രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ഈ അരവിന്ദാക്ഷൻ അതുപോലെ ജിൽസ് എന്നീ 2 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. നേരത്തെ അരവിന്ദാക്ഷൻ ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് ജാമ്യം അനുവദിച്ചത്. പിന്നീട് പലതവണ 2 തവണ ഇവരുടെ 2 പേരുടെയും ജാമ്യാപേക്ഷ കോടതികൾ തള്ളുകയും ചെയ്തു. ഇപ്പോഴേതായാലും ഉപാധികളോട്, അതായത് മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത്, മറ്റ് സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചത്. ED ഈ കേസിൽ നിലപാടെടുത്തത് PR അരവിന്ദാക്ഷൻ അടക്കമുള്ള പ്രതികൾക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട്, അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നായിരുന്നു. എന്നാൽ മറ്റ് സാമ്പത്തിക ഇടപാടുകളെ കള്ളപ്പണ ഇടപാടായി ED വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നായിരുന്നു പ്രതികളുടെ വാദം. ഏതായാലും ഇപ്പോൾ ഉപാധികളോടെ ഇരുവർക്കും ജസ്റ്റിസ് ഡയസ് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ശരി ശരി ഷപ്ന.